വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ മാത്സിലുണ്ടോ. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. മുഹമ്മദ് മൂസിൻ MLA ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്ത നാളേക്കായി യുവകേരളം എന്ന ആശയവുമായാണ് ഇത്തവണ NSS യൂണിറ്റിന്റെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എടപ്പലം PTM വൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമന്വയം നടക്കുന്നത്. ഡിസംബർ 26 ആരംഭിച്ച ക്യാമ്പ് ജനുവരി 1 സമാപിക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മൂസിൻ MLA നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പ് നടക്കുന്നത്. മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറ്റുക എന്ന ഏറ്റവും വലിയ ഉദ്ദേശമാണ്. 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ AI-യും റോബോട്ടിക് ടെക്നോളജിയും ഒക്കെ വന്നതിന്റെ ഭാഗമായി ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുമ്പോഴും നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മാലിന്യ സംസ്കരണമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാലിന്യ സംസ്കരണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് സർക്കാരുകളോ ഗ്രാമപഞ്ചായത്തുകളോ മാത്രമല്ല, ഓരോരുത്തരും ഞാൻ ഉണ്ടാക്കുന്ന വേസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ഞാനാണ് എന്ന ഉത്തരവാദിത്ത ബോധം ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോഴാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് നടക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഒരു ഗ്രീൻ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നമ്മളെ ക്യാമ്പ് നടക്കുന്നു. അതിന്റെ ഭാഗമായി വലിയ പരിവർത്തനങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും എന്നതിൽ സംശയം. പ്രിൻസിപ്പൽ ജൂഡ് ലൂയിസ് പതാക ഉയർത്തിയതോടെയാണ് ക്യാമ്പിന് തുടക്കമായത്. തുടർന്ന് വിളംബര ജാഥയും നടത്തി. ചടങ്ങിൽ NSS സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജേക്കബ് ജോൺ മുഖ്യാതിഥിയായിരുന്നു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ചടങ്ങിൽ അധ്യക്ഷയായി. NSS ജില്ലാ കൺവീനർ പ്രവീൺ ശശിധരൻ സന്ദേശം നൽകി. NSS പ്രോഗ്രാം ഓഫീസർ KP മുഹമ്മദ് ഷെരീഫ് ക്യാമ്പ് വിശദീകരണം നടത്തി. ഫെബീന അസ്ബി, രാജൻ പുന്നശ്ശേരി, മുജീബ് കരുവാങ്കുഴി, നീലടി സുധാകരൻ, K മുരളി തുടങ്ങി മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും അധ്യാപകരും പങ്കെടുത്ത് സംസാരിച്ചു. പൂന്തോട്ട നിർമ്മാണം, പോൽ ആപ്പ് പരിചയപ്പെടുത്തലും ഇൻസ്റ്റാലേഷനും, ഉൽപ്പന്ന നിർമ്മാണവും വിതരണവും, തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സ്നേഹസംവാദം, തെരുവ് നാടകം, ഫ്ലാഷ് മോബ്, വയോജന സന്ദർശനം, രക്തദാന, ലഹരി വിരുദ്ധ പ്രചരണ പരിപാടികൾ തുടങ്ങിയവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും.